പൂക്കളമിടാൻ പൂക്കൾക്കായി നമ്മൾ അധികവും അന്യസംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ മലയാളക്കരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കാലം ഒരുക്കിയിരിക്കുകയാണ് എറണാകുളം ആലുവ സ്വദേശി ശ്രീജിത്ത് ഷാജി. വാഴയ്ക്ക് ഇടവിളയായാണ് ബന്ദിപ്പൂക്കൾ കൃഷി ചെയ്തത്. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ഓണപ്പൂക്കളമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഇതിനായി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനത്തിലുള്ള പൂക്കൃഷിക്കാരെയാണ്. ഇതിനിടയിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പൂക്കൃഷിക്കാരെ മറന്നു പോകുന്നുണ്ട്. അത്തരമൊരു പൂക്കൃഷിക്കാരനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എറണാകുളം ആലുവ സ്വദേശിയായ ശ്രീജിത്ത് ഷാജി. 2 ഏക്കർ തരിശുഭൂമി ലീസിനെടുത്ത് 3 മാസം മുൻപാണ് വാഴക്കിടവിളയായി ശ്രീജിത്ത് ബന്ദിപ്പൂക്കൾ കൃഷി ചെയ്തത്. ഓണത്തിന് വിളവെടുക്കാമെന്ന പ്രതീക്ഷയിൽ 3000 തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ തരിശുഭൂമിയിൽ കണ്ണെത്താ ദൂരത്തോളം വാഴക്കിടയിലായി ഓറഞ്ചും മഞ്ഞയും ബന്ദിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. കൃഷി നശിപ്പിക്കാൻ വില്ലനായി ആഫ്രിക്കൻ ഒച്ചുകൾ എത്തിയെങ്കിലും കൃത്യമായ ഇടപെടൽ കൊണ്ട് പൂന്തോട്ടത്തെ സംരക്ഷിക്കാൻ ശ്രീജിത്തിന് കഴിഞ്ഞു. നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടെങ്കിലും വിളഞ്ഞു നിൽക്കുന്ന ബാക്കി പൂക്കൾ ഉണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. എന്നാൽ ആശങ്ക ഒഴിഞ്ഞില്ല. പൂക്കൃഷിയൊന്നും നമ്മുടെ നാട്ടിൽ പരാജയമാണ്. ഒരിക്കലും അത് വിജയിച്ച് കൊണ്ടുപോക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഓണത്തിൻ്റെ സമയത്ത് മാത്രമേ അതിന് വിലയുള്ളൂ. ഓണം കഴിഞ്ഞാൽ പിന്നെ ഇത് വിലയില്ലാതെ വരും. കൃഷി നല്ല വിജയമായിരുന്നു, പക്ഷേ ഇത് വിപണി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പൂക്കൃഷി ചെയ്യാൻ എല്ലാവിധ പ്രോത്സാഹനവും നൽകിയത് കൃഷിഭവനാണ്. പക്ഷേ വിപണി ഉറപ്പാക്കാനുള്ള സഹായം ലഭിച്ചില്ല. നാട്ടിലുള്ള ചിലർക്ക് നൽകിയും സ്വന്തമായി സ്റ്റോൾ ഇട്ടുമാണ് ഈ പ്രതിസന്ധി മറികടന്നത്. എന്നാൽ അടുത്ത തവണ കൃഷി ചെയ്യാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഈ പൂക്കൾ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഈ കർഷകൻ. മനോഹരമായ ഈ ബന്ദിപ്പൂക്കൾ പോലെ കർഷകരുടെ ജീവിതവും കളറാകണം. അതിനായി കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ഇവർക്ക് വേണ്ട വിപണിയും ഉറപ്പാക്കണം. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.